കണ്ണൂരിലെ പെട്രോൾ പമ്പ് ദിവ്യ വിജിലൻസിന്റെ നെഞ്ചത്തേക്ക് കയറുകയാണ്. നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് തെളിയിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ തെളിവുണ്ടാക്കിയെടുത്തില്ല എന്നുള്ളതാണ് കമ്മിണിയുടെ കോപത്തിന് കാരണം. കോഴിക്കോട് വിജിലൻസ് സെൽ SP കമ്മിണിയുടെ കോപത്തിനിരയായിരിക്കുകയാണ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇനി ഏത് പുനാങ്കിലേക്ക് തള്ളും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. CPM-നെയും ചെങ്ങളായി മാഫിയയെയും അതുപോലെ PP ദിവ്യയെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കാൻ വേണ്ടി വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടായിരുന്നു. എന്നാൽ എത്രയൊക്കെ തലകുത്തിക്കിടന്ന് ശ്രമിച്ചിട്ടും നവീൻ ബാബുവിനെതിരെ ഒരു തെളിവുണ്ടാക്കിയെടുക്കാൻ വിജിലൻസിന് കഴിഞ്ഞു. അങ്ങനെ അടപ്പ് തെറിച്ചിരിക്കുകയാണ് CPM-ന്റെ. കണ്ണൂരിലെ പാർട്ടി ഓഫീസിൽ PP ദിവ്യ വന്ന് കുത്തിയിരിക്കുകയാണ്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുത്തേ പറ്റൂ എന്നുള്ളതാണ് PP ദിവ്യയുടെ ആവശ്യമെന്നാണ് പരിഹാസം വന്നുകൊണ്ടിരിക്കുന്നത്. ദിവ്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. കയ്യാലപ്പുറത്തെ തേങ്ങയാണ് ഇനി. അധികം ആയുസില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. CBIയുടെ കയ്യിൽ കിട്ടിയാലോ അവർ എടുത്തിട്ട് പിഴിഞ്ഞ് ഉള്ളതെല്ലാം ഊറ്റിയെടുക്കുകയും ചെയ്യും. പല നേതാക്കന്മാരുടെയും കൊമ്പൊടിയുകയും ചെയ്യും. കോഴിക്കോട് വിജിലൻസ് സെൽ SP ആണ് അന്വേഷണം നടത്തിയത്. പ്രശാന്തന്റെ പരാതിയിലായിരുന്നല്ലോ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ളതിൽ അന്വേഷണം നടന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വന്നപ്പോൾ അതിനകത്തിൽ ഒരു പുണ്ണാക്കും ഉണ്ടായിരുന്നില്ല. അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് തെളിയിക്കാൻ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. CPM ഉണ്ടാക്കിയെടുത്ത, അതായത് നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതിനു ശേഷം അതിനു മുൻപ് തന്നെ ഇവർ തുടങ്ങിയ തിരക്കഥയ്ക്കനുസരിച്ച് ഓടിയെത്താൻ വിജിലൻസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാര്യങ്ങളെല്ലാം സ്മൂത്തായി അങ്ങ് നടന്നു പോകുമെന്നാണ് PP ദിവ്യ കരുതിയത്. എന്നാൽ ഇടിവെട്ടേറ്റ പോലെയാണ് വിജിലൻസ് റിപ്പോർട്ട് കണ്ട് PP ദിവ്യ വീണത്. ഇനിയിപ്പോൾ ആകെയുള്ളത് വിജിലൻസിന്റെ നെഞ്ചത്തോട്ട് കയറുക എന്നുള്ളത് മാത്രമാണല്ലോ. എങ്ങനെയെങ്കിലും തന്നെ രക്ഷിച്ചെടുത്തോണമെന്ന് MV ഗോവിന്ദനോട് ദിവ്യ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലെ ചോദ്യം. കണ്ടില്ലേ, പഞ്ചപുച്ഛമടക്കി ദിവ്യയ്ക്ക് മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയെയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു സംശയവും ആരോപണങ്ങളും ഒക്കെ വരുന്നത് ഗോവിന്ദന് മക്കളെ രക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് PP ദിവ്യയുടെ സാരിത്തുമ്പിൽ കറങ്ങുന്നത് എന്നുള്ള ആക്ഷേപമൊക്കെ വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം നവീൻ ബാബുവിനെതിരെ വിജിലൻസിന് ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. വിജിലൻസിന് അപകടം മണത്തതുകൊണ്ട് തന്നെയാണ് അവർ ഒരു പടി പിന്നിലേക്ക് മാറിയത്. കാരണം CPM-ന്റെ തിരക്കഥയ്ക്കനുസരിച്ച് ഒരു അന്വേഷണ റിപ്പോർട്ടും കൊണ്ട് കോടതിയിലോട്ട് ചെന്നാൽ കോടതി അടപടലം ഓടിച്ചുവിടും. നമുക്കറിയാം, നവീൻ ബാബുവിന്റെ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് വിറയ്ക്കുകയായിരുന്നു പോലീസ്. കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ കിലുകില അല്ല, അടിമുടി വിറച്ചു പോലീസ്. കാരണം CPM-ന്റെ താളത്തിന് നിന്ന് തുള്ളിയ പോലീസിനെ ഹൈക്കോടതി പറപ്പിക്കുകയാണ് ചെയ്തത്. കേസ് ഡയറി ചോദിച്ചപ്പോൾ കൈമലർത്തിയ പോലീസിനോട് പിന്നെ എന്താണ് ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നത് എന്ന് കോടതി ചോദിച്ചതാണ്. അതുപോലത്തെ അനുഭവം വിജിലൻസിനും കോടതിയിൽ നിന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ കൈ പൊള്ളുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വിജിലൻസും തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ ഒന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. എങ്ങനെ കണ്ടെത്താൻ കഴിയാനാണ്? കാരണം നവീൻ ബാബു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അത് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്നവർ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എടുത്താൽ ഒരു ബ്ലാക്ക് മാർക്ക് പോലും അതിലില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം കൈക്കൂലിക്കാരനാണ് എന്ന് ഇവർക്ക് ഒരു തെളിവുകൾ ഉണ്ടാക്കി സമർത്ഥിക്കാൻ കഴിയുന്നത്? അതായത് തെളിവുകൾ ഉണ്ടാകുന്നതല്ല, ഇവർ ഉണ്ടാക്കിയെടുക്കുന്നതായിരുന്നല്ലോ ഇതുവരെ നവീൻ ബാബുവിന്റെ കേസിൽ. നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ള അന്വേഷണത്തിൽ വിജിലൻസിന് വലിയ രീതിയിലുള്ള പ്രഷർ ഉണ്ടായിരുന്നു. അതായത് CPM-ന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടന്നത് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? കാരണം PP ദിവ്യ ഇവരുടെ ആളാണ്. PP ദിവ്യയെ സംരക്ഷിക്കേണ്ടത് CPM-ന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ CPM-ന്റെ കക്ഷത്തിരിക്കുന്ന അന്വേഷണ ഏജൻസിയാണല്ലോ വിജിലൻസ്. പിണറായി വിജയനാണ് ഭരിക്കുന്നതെങ്കിലും CPM-ന്റെ കക്ഷത്താണ് വിജിലൻസ് എന്ന ആർക്കാണ് അറിയാത്തത്? അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവരുടെ ശത്രുക്കൾക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കിയെടുക്കാനും അന്വേഷണം നടത്താനും ഒക്കെ മാത്രമുള്ള ഒരു ഏജൻസിയായി വിജിലൻസും ക്രൈംബ്രാഞ്ചും ഒക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ.
അതുതന്നെയാണ് പി ദിവ്യയുടെ വിഷയത്തിലും നടന്നിരിക്കുന്നത്. പി ദിവ്യയെ ഊരിയെടുക്കുന്നതിന് വേണ്ടി ഇവർക്ക് ആകെയുള്ള ഒരു പിടിവള്ളി നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് കണ്ടെത്തുക മാത്രമായിരുന്നു. അതിനുവേണ്ടി ഒരു തെളിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അത് നടന്നില്ല. ഇനിയിപ്പോൾ ദിവ്യയ്ക്ക് അടിയോടടിയാണ് കിട്ടാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, മുൻപ് ഞാൻ പലതവണ പറഞ്ഞതാണ് പി ദിവ്യ കരയാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളത്. നവീൻ ബാബുവിൻ്റെ ഈ കേസിൽ ഇവരെയൊക്കെ അടപടലം അകത്താക്കാനുള്ള എത്രയോ തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി അതെല്ലാം മുഖവിലേക്കെടുക്കും. CBI അന്വേഷണം വരുന്നതോടുകൂടി തന്നെ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ചിലപ്പോൾ ഇതിൻ്റെ തല ആരാണോ അവരിലേക്ക് എത്തില്ലായിരിക്കാം. പക്ഷേ പി ദിവ്യ ഉൾപ്പെടെയുള്ള പലരെയും CBIക്ക് ചോദ്യം ചെയ്യേണ്ടി വരും. ഇപ്പോൾ പോലീസും സർക്കാരും അന്വേഷണത്തിൽ നിന്ന് പാടെ തള്ളി മാറ്റി നിർത്തിയിരിക്കുന്ന ചിലരുണ്ടല്ലോ, അവരൊക്കെ ഈ കേസിന്റെ ഭാഗമാകും. അതൊക്കെ കണ്ണൂർ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് പി ദിവ്യയ്ക്കാണ് എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നത്. കാരണം വലിയ വലിയ പദവികൾ സ്വപ്നം കണ്ടു കഴിയുന്ന ഒരാളായിരുന്നു പി ദിവ്യ. ഒരു മന്ത്രി കസേര വരെ തൻ്റെ കൈവെള്ളയിൽ വരാൻ പോകുന്നു എന്ന് സന്തോഷിച്ചിരുന്ന ഘട്ടത്തിലാണ് അതിര് വിട്ടുപോയ ഇവരുടെ ചില പ്രവർത്തികൾ ഇവർക്ക് തന്നെ വിനയായി തീർന്നിരിക്കുന്നത്. അതായത് അന്നത്തെ ആ യോഗത്തിലേക്ക് കയറി ചെന്ന് ഷോ കാണിച്ച ആ രീതി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവർക്ക് 8ന്റെ പണിയായി തിരിച്ചു കിട്ടിയത്. അങ്ങനെ മന്ത്രി കസേര വരെ കൈ അകലെ തിരിക്കുമ്പോഴാണ് നല്ല ഒന്നാം തരം അടി അവരുടെ പത്തിക്ക് തന്നെ കിട്ടിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ കേസിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കിയതോടുകൂടി തന്നെയാണ് CPMന്റെ കാല് വാരിയിരിക്കുന്നത്. കാരണം ഹൈക്കോടതിയിൽ അവർക്ക് അടിയോടടി ഇരുന്ന് വാങ്ങാൻ വയ്യാത്തതുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ റിപ്പോർട്ടിൽ എഴുതി ചേർത്തു. പി ദിവ്യക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്ന കുറ്റം ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. അതായത് നവീൻ ബാബുവിനെ അധിക്ഷേപിച്ച് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു. എന്നാൽ ആ ഘട്ടമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നതിന് ഒരുപാട് തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് പി ദിവ്യയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. കൊലക്കുറ്റത്തിലേക്ക് CBI വരുന്നതോടെ അന്വേഷണം മാറുമോ എന്നുള്ള ഭീതി അവരെ വേട്ടയാടുന്നുണ്ട്. നമുക്കറിയാം, തലശ്ശേരി സെഷൻസ് കോടതിയിലും പിന്നീട് കണ്ണൂർ കോടതിയിലും ഹൈക്കോടതിയിലുമൊക്കെ പി ദിവ്യയുടെ അഭിഭാഷകൻ ആവർത്തിച്ച് പറഞ്ഞത് എന്താണ്? നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ്. അത് തെളിയിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. വിജിലൻസ് തോറ്റുപോയി ആ വിഷയത്തിൽ. എന്തായിരുന്നു അന്ന് കോടതികളിൽ പി ദിവ്യയുടെ അഭിഭാഷകൻ കത്തിക്കയറിയത്? ADMനെതിരെ നടത്തിയ പ്രസംഗത്തിൽ ആത്മഹത്യാ പ്രേരണ നിലനിൽക്കില്ല, പരമാവധി മാനനഷ്ട കേസ് മാത്രമേ നിലനിൽക്കൂ. പ്രശാന്തും ഗംഗാധരനും പറഞ്ഞത് തെറ്റാണെങ്കിൽ മാത്രമേ മാനനഷ്ട കേസ് നിലനിൽക്കൂ എന്നും വിശ്വൻ വക്കീല്, CPMന്റെ ക്രിമിനൽ വക്കീല് വാദിച്ചത്. ഇത് മാത്രമല്ല, പിന്നീട് പി ദിവ്യയ്ക്ക് വേണ്ടി വക്കീല് നടത്തിയ ഒരു കിഡ്നി ടച്ചിങ് സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ. അതായത് ഒരു പ്രസ്താവന കോടതിയോട് പറഞ്ഞതാണ്, ദിവ്യ ഒരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്, രോഗികളായ മാതാപിതാക്കൾ ആ വീട്ടിലുണ്ട്. അമ്മ ജയിലിൽ കിടക്കുന്നത് മകൾക്ക് പ്രയാസമുണ്ടാക്കും. എല്ലാ മരണവും വേദന നിറഞ്ഞതാണ്. എന്നാൽ മരണത്തിന് പിന്നിലെ സത്യം പുറത്തു വരണം. ദിവ്യ സാക്ഷികളെ സ്വാധീനിക്കില്ല, അന്വേഷണവുമായി സഹകരിക്കും. ഇതൊക്കെയായിരുന്നു വിശ്വൻ വക്കീല് കത്തിക്കയറി പറഞ്ഞത്. ഇവിടെയാണ് ഇവർ പറഞ്ഞതിലെ ഇവർക്ക് തന്നെ ബൂമറാങ്ങായി തിരിച്ചടിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത്. അതായത് ആ യോഗത്തിലേക്ക് കയറി ചെന്ന് പി ദിവ്യ നടത്തിയ പ്രസംഗമാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്. അത്തരം ഒരു പ്രസംഗം വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നു എന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു പിന്നീട് നല്ല പിള്ള ചമയാൻ വേണ്ടി പി ദിവ്യ പറഞ്ഞത്. എന്നാൽ അതിലൊന്നും ഈ കാര്യം നിൽക്കില്ല. ആത്മഹത്യാ പ്രേരണ എന്നുള്ളതൊന്നുമല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കൊന്നുകെട്ടി തൂക്കി, അതാണ് പ്രധാനമായി വരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ കണ്ട രക്തക്കറകൾ, കട്ട പിടിച്ചു കിടന്നിരുന്ന ആ രക്തം, അതുകൂടാതെ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ, പോസ്റ്റ്മോർട്ടം കൃത്യമായി നടത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങൾ, ഇതെല്ലാം തന്നെ ഇവർക്ക് തിരിച്ചടിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ആത്മഹത്യാ പ്രേരണയായിട്ടല്ല ഇനി ദിവ്യയ്ക്ക് വരാൻ പോകുന്നത്, കൊലക്കുറ്റം. അതിലേക്ക് തന്നെ ദിവ്യ എത്തുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഭീതി എല്ലാം കൂടി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ദിവ്യ സമനില തെറ്റി ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ നെഞ്ചത്തേക്ക് കയറുന്നത്. ആരാണിവർ? ഈ പി ദിവ്യ ആരാണ്? ഈ ഉദ്യോഗസ്ഥരുടെ മെക്കിട്ട് കയറാനും
ഈ ഉദ്യോഗസ്ഥരെ എന്തോ പാർട്ടി ഓഫീസിലെ കീഴാളന്മാരെ പോലെ കാണാനുമൊക്കെ ആരാണ് ഈ പി ദിവ്യ? ആർക്കാണ് ഇവർക്ക് ഇത്രത്തോളം വലിയ പദവികളും അധികാരവും ഒക്കെ കൊടുത്ത് ഇങ്ങനെ വാഴിക്കുന്നത്? എന്തിനാണ് MV ഗോവിന്ദൻ പോലും ഇവർക്ക് മുന്നിൽ ഭയപ്പെട്ട് നിൽക്കുന്നത്? ഇവരെ പോലീസിന് ചോദ്യം ചെയ്യാൻ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ CBI അന്വേഷണം വേണ്ട എന്ന് ഇവർ തന്നെ കാലിട്ടടിക്കുന്നതിനുമൊക്കെ കാരണം ഈ ദിവ്യയുടെ നാവിൻ തുമ്പിൽ നിന്ന് ഇവർക്ക് എതിരായിട്ടുള്ള എന്തൊക്കെയോ വരാനിരിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നവീൻ ബാബു മരിച്ചതിന് ശേഷം ഇവർ പുറത്തേക്ക് വിട്ട പല തെളിവുകളും അതുണ്ടാക്കിയെടുത്തതാണ് എന്നുള്ളതിന് എത്രയോ തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് മൊത്തം ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇവർ സമർപ്പിച്ചിട്ടുള്ള പല തെളിവുകളും ഇവർക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറുന്ന ഒരു കാഴ്ചയാണ് ഈ അവസരത്തിൽ ഉണ്ടാകുന്നത്. ഇതിൽ പി ദിവ്യയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പിന്നിൽ വലിയ ഒരു മാഫിയ സംഘമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അവരുടെ നാവിൽ നിന്ന് ആ പേരുകൾ പുറത്തേക്ക് വരാതിരിക്കാൻ CPM തന്നെ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ CPMന്റെ മുതിർന്ന നേതാക്കളായിരിക്കാം, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുടെ മക്കളുമായി ബന്ധപ്പെട്ട മാഫിയ സംഘം ബന്ധമായിരിക്കാം ഇതിന് പിന്നിലുള്ളത്. പി ദിവ്യ ആരുടെയോ ബിനാമിയാണ് എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. പി ദിവ്യയുടെ ഭർത്താവും ബിനാമിയാണോ എന്നുള്ള സംശയങ്ങൾ, ആ പെട്രോൾ പമ്പ് പി ദിവ്യയുടെ ഭർത്താവിൻ്റെതാണെന്നുള്ള ചില ആരോപണങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിരുന്നല്ലോ. ഇത് മാത്രമല്ല, പി ദിവ്യയെ ചവിട്ടി പുറത്താക്കാൻ ഒരു പറ്റം CPMകാർ കാത്തിരിപ്പുണ്ട്. അവർ ഒരു പഴുതു നോക്കിയിരിക്കുകയാണ്. അവർക്ക് മുന്നിൽ വീണ് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് ഇത്. അവരത് കൃത്യമായി ഉപയോഗിക്കും. പി ദിവ്യയുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതെല്ലാം തന്നെ CPMൽ നിന്ന് തന്നെ ചോർന്നു പോകുന്നതാണ്. ഇത് MV ഗോവിന്ദനെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. ആരാണ് കൂട്ടത്തിൽ നിന്ന് കാലുവാരുന്നത് എന്നുള്ള ഭീതിയാണ് MV ഗോവിന്ദനെ വേട്ടയാടുന്നത്. എന്തായാലും വിജിലൻസിനെ പറപ്പിക്കുകയാണ് പി ദിവ്യ. എങ്ങനെയെങ്കിലും നവീൻ ബാബു കൈക്കൂലിക്കാരനാണെന്ന് തെളിവുണ്ടാക്കി എടുത്തേ മതിയാകൂ എന്നാണ് ദിവ്യ കട്ടായം പറഞ്ഞിരിക്കുന്നത് എന്നുള്ള പരിഹാസങ്ങളൊക്കെ വരികയാണ് സോഷ്യൽ മീഡിയയിൽ. പിണറായി വിജയന്റെ ഉദ്യോഗസ്ഥരെയെല്ലാം ഇതുപോലെ CPMകാർ വിരലിൽ നിർത്തി അമ്മാനമാടുകയാണ് എന്നുള്ള ആക്ഷേപവുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.